ഹായ് ഫ്രണ്ട്സ്, മധുരം പാചകം എന്ന ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കാൻ പോകുന്നത് സോയാബീൻ വെച്ച റോസ്റ്റാണ്. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. സോയാബീൻ റോസ്റ്റിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ: വേവിച്ചു വെച്ച സോയാബീൻ രണ്ടായി മുറിച്ചത് 1/2 കപ്പ്, സവാള 2 എണ്ണം ചെറുതായി അരിഞ്ഞത്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പച്ചമുളക് 2 എണ്ണം ചെറുതായി അരിഞ്ഞത്, തക്കാളി ചെറുതായി അരിഞ്ഞത്, കറിവേപ്പില 1 കതിർപ്പ്. ഇനി അടുപ്പ് കത്തിക്കാൻ പോവുകയാണ്. ഇനി ഇരുമ്പ് ചീനച്ചട്ടി അടുപ്പിലേക്ക് വെക്കാം. ചട്ടി ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ച സവാള, ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത്, പച്ചമുളക്, തക്കാളി അരിഞ്ഞത്, കറിവേപ്പില എന്നിവ ചേർത്ത് നന്നായി ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായി ഒന്നുകൂടി മിക്സാക്കുക. മിക്സാക്കിയതിന് ശേഷം 1 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് ഒന്നുകൂടി നന്നായി മിക്സാക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇനി ഇത് തിളച്ച് വരുമ്പോൾ ആദ്യം വേവിച്ച് വെച്ച സോയാബീൻ ഇതിലേക്കിടുന്നു. ഇനി ഇത് നമുക്ക് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇത് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ അടിയിൽ പിടിക്കും. ഇപ്പോൾ നമ്മുടെ സോയാബീൻ റോസ്റ്റ് റെഡിയായി. ഇനി ഇത് നമുക്ക് അടുപ്പത്ത് നിന്ന് ഒന്ന് വാങ്ങി വയ്ക്കാം. അപ്പോൾ നമ്മുടെ സോയാബീൻ റോസ്റ്റ് റെഡിയായി. ഈ വിഭവം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.